ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഹായ് ഹായ്. സന്തോഷമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു, അങ്ങനെ പോകുന്നു. അപ്പോൾ സാറിന്റെ ആ കൃഷി രീതികളൊക്കെ ഞാൻ കുറെ യൂട്യൂബിലൊക്കെ കണ്ടു, അത് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി കുറച്ചുകൂടെ ഒക്കെ സാറിൽ നിന്ന് പഠിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സാറിങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ സാറിങ്ങനെ കൃഷി ചെയ്യുന്നതായിട്ടും മറ്റൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ സാറിനോട് കുറച്ച് സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. സാറേ, ഞാനൊരു സംശയം ചോദിക്കുകയാണ്. സാറേ, ഇത്തരത്തിലുള്ള ചില കുരുമുളകിന്റെ തൈകൾ ഞാൻ വീട്ടിൽ വെക്കുകയുണ്ടായി. പക്ഷെ അത് പിന്നീട് അങ്ങോട്ട് പുഷ്ടിപ്പെടുകയോ അല്ലെങ്കിൽ വളർന്നു വരികയോ ഒന്നും ചെയ്യുന്നില്ല. അതിന് ഫലവത്തായ ഒരു വളപ്രയോഗ രീതികളെ കുറിച്ച് സാറൊന്ന് പറഞ്ഞു തന്നായിരുന്നു. അപ്പോഴേ ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച തയ്യല്ലയോ? അതെ അതെ. അപ്പൊ നഴ്സറിയിൽ നിന്ന് ഇപ്പൊ പ്രധാനമായിട്ട് കിട്ടുന്ന ഈ പന്നിയൂർ പെണ്ണ കരിമുണ്ട ഇനങ്ങളിൽപ്പെട്ട തയ്യാ കിട്ടുന്നത്. ഇതിപ്പം കരിമുണ്ട, ഇത് കരിമുണ്ട ഇനത്തിൽപ്പെട്ട തയ്യാ. അപ്പൊ ഇതുപോലെ ഇത് താങ്ങുകാല, ഇത് മുരിങ്ങയുടെ കമ്പാണ് താങ്ങാല കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചെയ്യേണ്ട കാര്യം ഞാനിപ്പോ കാണിച്ചു തരാം. ഞാനിപ്പോ ഇതിന് വെച്ച് വളം ഇടാനായിട്ട് വന്നതാണ്. അപ്പം ചെയ്യേണ്ട കാര്യം ഞാൻ സാറിനെ കണ്ടത്. ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ആ തോലും ഇതിന്റെ ചുവട് ആദ്യം ഒന്ന് വൃത്തിയാക്കണം. ചുവട് ആദ്യം ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കണം. ഇത് കരിയിലെയും തോലും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ചുവട് ശരിക്കൊന്ന് ഇങ്ങനെ വൃത്തിയാക്കണം. വൃത്തിയാക്കുന്ന ശ്രദ്ധിക്കേണ്ടത് അടുപ്പിക്കാനുള്ള കാര്യം എന്തുവായിരുന്നു? ഇത് തോലിട്ടേക്കെന്ന് പറഞ്ഞാൽ ഈ മണ്ണ് കട്ടിയായി പോവാതെ നല്ല വേരോട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ തോലിട്ടിരിക്കുന്നത്. അപ്പൊ തോലിന്റെ മേളിലാണ് വെള്ളം വീഴുന്നത്. അപ്പം ഈ ഈർപ്പം നിലനിർത്താനും ഈ തോല് സഹായിക്കും. അപ്പൊ ഇത് നട്ടപ്പോഴ് അല്പം എല്ലുപൊടി മാത്രം ഇട്ടാ നട്ടത്. അപ്പൊ ഇപ്പൊ ഇത് വളം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇത് ഈ രീതി പ്രയോഗിച്ചാൽ മതി. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വേപ്പിൻ പിണ്ണാക്കാം. അപ്പൊ ഇതിനകത്ത് ഇരക്കുത്തോ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ ഇത് പോകാനും, ഒപ്പം ഇതൊരു വളം കൂടിയാണ്. വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഇട്ടു, ഇതൊരു വളവും കൂടിയാണ്. ഒപ്പം മണ്ണിലെ ചില ദോഷപരമായ കീടങ്ങളെയൊക്കെ ഇത് ഇല്ലായ്മ ചെയ്യും. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഇത് കടലപ്പിണ്ണാക്കാം. കടലപ്പിണ്ണാക്ക് കടകളിൽ കിട്ടും വാങ്ങിക്കാൻ. കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്ക് ഇടുന്ന കൃഷിക്ക് മാത്രമേ കടലപ്പിണ്ണാക്ക് ഇടാവൂ. കാരണം എന്ന് വെച്ചാൽ ഈ കടലപ്പിണ്ണാക്ക് മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പിന്റെ ശല്യം ഉണ്ടാവും. അപ്പം ഉറുമ്പിനെ തുരത്താനൂടാണ് ഈ വേപ്പിൻ പിണ്ണാക്കിന് കഴിയും. അപ്പം ഇത് രണ്ടും കൂടെ ഒന്നിച്ചേ ഇടാവും. തന്നെയല്ല, ഈ വേപ്പിൻ പിണ്ണാക്ക് മഴ പെയ്തെങ്കിൽ ഇത് അലിയുന്നുണ്ടേ ഈ മുളകൊടി ഇത് പെട്ടെന്ന് പിടിച്ചെടുക്കും. ആഗീരണം ചെയ്യാനുള്ള ഒരു കാര്യം പെട്ടെന്ന് ആദേശം ചെയ്ത് നല്ല ശക്തമായ ഒരു വേരുപടലം ഉണ്ടായി വളം വലിച്ചെടുത്ത് ഒപ്പം ഇത് നല്ല രീതിയിൽ വളർന്നു വരും. പിന്നെ അല്പം എല്ലുപൊടിയും കൂടെ വിതറി കൊടുക്കണം. എല്ലുപൊടി വിതരണത്തിന്റെ ഉദ്ദേശം എന്തോ? എല്ലുപൊടി ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേരുപടലം ശക്തമാകും. കാരണം ഈ വേരിനെ ഉറപ്പിക്കുക എന്നുള്ളത്. അതെ, ഒരു സസ്യത്തിന്റെ വയറെന്ന് പറയുന്നത് അതിന്റെ മണ്ണാണ്. മണ്ണാണ് ഇതിന്റെ വയർ. അപ്പം ഈ മണ്ണിൽ നടക്കുന്ന പ്രക്രിയ, അതിൽ നിന്നാണ് ഇതിന്റെ വേരുകൾ ആഹാരം സംഭരിക്കുന്നത്. അപ്പം സത്യത്തിൽ ഈ സസ്യങ്ങളുടെ വയറെന്ന് പറയുന്നത് ഈ മണ്ണാണ്. അപ്പം ഈ മണ്ണ് നല്ല രീതിയിലുള്ള വളക്കൂറുണ്ടെങ്കിൽ മാത്രമേ ഈ പിന്നെ മുളക് തൈ ഉൾപ്പെടെയുള്ള ഏത് സസ്യവും നല്ല രീതിയിൽ ഇത് കിളിച്ച് വളർന്നു വരുള്ളൂ. അപ്പം ഇത്രയും നമ്മൾ ഇട്ടതിന് ശേഷം പിന്നെ ചെയ്യുന്നത് വെച്ചാൽ മണ്ണ് വെട്ടിയിടാൻ പറ്റുമോ? ഇതിപ്പോൾ മണ്ണ് ദൂരം എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് അല്പം മണ്ണ് ശേഖരിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ മണ്ണ് ഇങ്ങനെ വട്ടം നമ്മൾ, അതായത് ഈ വളത്തിൻ്റെ പുറത്ത്, ഈ വളം ഇട്ടതിൻ്റെ മുകളിൽ ഈ മണ്ണ് വീഴത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ മണ്ണിട്ട് കൊടുത്തു. മണ്ണിട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഈ മാറ്റിക്കളഞ്ഞ ഈ ചവറില്ലയോ, ഈ ചവറ് മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്താൻ വേണ്ടി ഇതേപോലെ ഒന്ന് അടുപ്പിച്ചു കൊടുക്കണം. ഇത് മഴ സമയത്ത് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ പിന്നെ ഈ ചപ്പ് നമ്മൾ അടുപ്പിക്കേണ്ട കാര്യമുണ്ടോ? ചപ്പ് ചവറ് അടുപ്പിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മഴ സമയത്ത് ഈ ഈർപ്പം ഇങ്ങനെ ചുവട്ടി നിലനിർത്തണം. മഴ സമയത്ത് വെള്ളം കുത്തനെ ഇങ്ങനെ വന്ന് പതിക്കാതെ ഈ തോലിന്റെ പുറത്തായിരിക്കും വെള്ളം പതിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വെള്ളം മണ്ണ് അതിന്റെ വേരുകൾക്ക് നാശം ഉണ്ടാവത്തില്ല. കുത്തനെ വന്ന് വെള്ളം പതിക്കുന്ന ഈ തൈക്കുരുമുളക അതിന്റെ വേരുകൾ നശിച്ചു പോവുകയും അങ്ങനെ ചില ഇത് പഴുത്തു പോകാനും ഒക്കെ ഉള്ള ഒരു സാധ്യത. അത് വരാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഈ വളം ചെയ്തു. ഇനി ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മഴക്കാലം മാറി തുലാവർഷം ആരംഭിക്കും. അതിന്റെ ആരംഭത്തില് അതിന് മുമ്പായിട്ട് ഈ സൂഡോമോണസ് എന്ന് പറയുന്ന ഒരു പൊടി കൊള്ളക്കടയിൽ മേടിക്കാൻ കിട്ടും. അതെന്ന് വെച്ചാൽ ഈ മണ്ണിൽ നിന്നും വളം ആഗിരണം ചെയ്യാൻ വേരുകൾക്ക് ശക്തി വരുന്ന ഒരു മരുന്നാണ്, ആയുർവേദ മരുന്നാണ്. അത് കഞ്ഞിവെള്ളത്തിനകത്ത് കലക്കി ഈ ഇലയിലും ചുവട്ടിലും ഒക്കെ വള്ളിയിലും ഒക്കെ ഒന്ന് തളിച്ചു കൊടുത്താൽ, നല്ല 2-3 പ്രാവശ്യം തളിച്ചു കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഒരു വളം കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ വളം പൂർത്തിയായി. അടുത്ത വർഷം ഒരു വളം കൂടെ ചെയ്യുമ്പോഴത്തേന് ഈ വള്ളികൾ കറക്റ്റായിട്ട് വളർന്ന് കയറി ഇതേപോലെ ഇത് നോക്കിയാട്ടെ, ഇതേപോലെ തിരിയാവും. ഇതേപോലെ ആവും. ഇതേപോലെ ആയി
നിറയെ ഈ ഇത് കണ്ടോ ഇത് നാടൻ അരിമുളകാണ്. ഇതേപോലെ തിരിയായി നിറച്ച് മുളക് വരും എന്ന് മാത്രമല്ല ഇതിപ്പോൾ ഉയരം കുറവാണ്. അതുകൊണ്ട് നമുക്ക് തറയിൽ നിന്ന് മുളക് പറിക്കാം. അപ്പം ഇത്തരത്തിൽ ധാരാളം മുളകുകൾ ഇതെ പിടിക്കും. പിന്നെ ഈ കരിമുണ്ടയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അല്പം സൂര്യപ്രകാശവും ചൂടും കുറഞ്ഞാലും ഇത് നല്ല രീതിയിൽ വളരും. നമ്മുടെ നാടൻ ഇനത്തെ പോലെ. എന്നാൽ ഈ പന്നിയൂർ പണ്ട് നോക്കുകയാണെങ്കിൽ നല്ല സൂര്യപ്രകാശവും വെയിലും ഒക്കെ കിട്ടിയാലേ മുളക് പിടിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ നടാൻ നാടൻ ഇനത്തിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഏത് ഉണക്കിനെയും ഏത് മഴയെയും അത്താണ് ചെയ്യും. രോഗപ്രതിരോധ ശേഷിയുണ്ട്. പക്ഷേ ഇത് ഏറെക്കുറെ അതിനോടൊപ്പം കിടപിടിക്കുന്ന ഇത് നമ്മുടെ നാടൻ അരിമുളക. ഇത് ഒരു പ്രശ്നവുമില്ല. നാടൻ അരിമുളക ഇത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തന്നെ 20 കിലോ പച്ചമുളക് കിട്ടി. പച്ചമുളക് അപ്പോൾ 2 വളം ചെയ്യും. ഇപ്പോൾ തന്നെ ഒരു വളം ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ ഒരു വളം ചെയ്തു. ഇനി മഴക്കാലത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത മഴ കൂടി മറ്റൊരു വളം കൂടി ചെയ്യും. അപ്പോൾ ഇത് ഞാൻ PVC പൈപ്പിലാണ് ഇട്ടുന്നത്. താങ്കൾ PVC പൈപ്പ് ഇടുന്ന വിധം ചോദിച്ചിരുന്നു. അത് ഞാൻ താങ്കൾക്ക് മറ്റൊരു ദിവസം അതിനെപ്പറ്റി പറഞ്ഞുതരാം. PVC പൈപ്പ് ഇപ്പോൾ മുതൽ കുരുമുളകിന് വലിയ വിലയായിപ്പോഴും നല്ല വിലയാണ്. അപ്പം തീർച്ചയായിട്ടും ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.